ശ്രീ എസ് സുരേഷ്, നമസ്കാരം, സ്വാഗതം ജനം ടി വിയിലേക്ക്. പ്രദീപ് പിള്ളയും ദേവികയുമാണ് സ്റ്റുഡിയോയിലുള്ളത്. നമസ്കാരം. എങ്ങനെ കാണുന്നു ഈ നിമിഷം? ഞങ്ങൾ രാവിലെ, അതായത് ഒരു 7 മണിക്ക് പുത്തൻപുലരി തുടങ്ങിയപ്പോൾ യോഗ എന്നുള്ളൊരു സെഗ്മെന്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിഴിഞ്ഞത്തേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ടിൻറ്റുവും ക്യാമറമാൻ വിവേകും അവിടെ ഉണ്ടായിരുന്നു. ഈ കപ്പൽ അങ്ങ് ചക്രവാളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ ഈ കപ്പലിന്റെ ആദ്യ ദൃശ്യം ജനങ്ങൾക്കായി കാഴ്ചവെച്ചത് ജനം ടി വിയുടെ ക്യാമറമാൻ വിവേകാണ്. ആ നിമിഷം മുതൽ ഞങ്ങൾ ആവേശഭരിതരാണ്. ഞങ്ങൾ തികഞ്ഞ അഭിമാനത്തോടുകൂടി പുളകിതരായിരുന്ന ഈ ദൃശ്യം കാണുകയാണ്. ഭാരതത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്, ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിലെ ഒരു നിർണായക നിമിഷം. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ പോലും സുവർണ ലിപികളിൽ രേഖപ്പെടുത്താവുന്ന നിമിഷം. ഇതിന് സാക്ഷിയായി ഇത് വിവരിക്കാൻ കഴിയുക എന്നുള്ളത്, അങ്ങ് ഈ ദിവസത്തെ എങ്ങനെ കാണുന്നു? ഇത് എന്തിന്റെ തുടക്കമാണ്, എന്തിന്റെ നാന്ദിയാണ് ശ്രീ സുരേഷ്? ഇത് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്ന വികസിത ഇന്ത്യ, ഡെവലപ്ഡ് നേഷൻ എന്ന ആ മഹാലക്ഷ്യത്തിലേക്കുള്ള അതിശക്തമായിട്ടുള്ള പ്രയാണത്തിന്റെ സമാരംഭമാണ്. ഈ വിഴിഞ്ഞത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർ പോർട്ടിലേക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടിലേക്ക് ഈ കപ്പൽ ഇന്ന് തീരത്തോടടുക്കുന്നതോടുകൂടി, ബർത്തിലേക്ക് എത്തുന്നതോടുകൂടി സംഭവിക്കുന്നത്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ 140 കോടി ജനതയുടെയും അഭിമാന നിമിഷമാണ്. കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും പ്രത്യേകിച്ച്. കാരണം ഇതൊക്കെ എത്ര വർഷക്കാലമായിട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന സ്വപ്നമാണെന്നറിയോ? 45 വർഷമായി വിഴിഞ്ഞം തുറമുഖം ഉയർന്നു വരും എന്നുള്ള സ്വപ്നവുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരും നമ്മളെല്ലാവരും കേരളീയരും എല്ലാവരും കാത്തിരുന്നിട്ട് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് നമ്മുടെ മുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആവേശവും അഭിമാനവുമാണ് ജനം ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെ 7 മണി മുതൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. ജനത്തിന്റെ ജന്മോദ്ദേശം ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കലും രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകലുമാണ് എന്നുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ജനം നിർവഹിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. എന്തായാലും ശരി, ഇത് ഞാനിപ്പോ വിഴിഞ്ഞത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് ഇന്ന് ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട ഒരു വികസനത്തിനെ സംബന്ധിച്ചും ഇതേ സമയത്ത് കേന്ദ്രമന്ത്രി, ഷിപ്പിംഗ് മന്ത്രി സർവാനന്ദ് സോണോവാൾ ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഞാൻ പോവുകയാണ്. ഈ നാട്ടിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി, ഇതിന്റെ പാർശ്വ വികസനങ്ങൾ സാധ്യമാകുന്നതോടുകൂടി, അണ്ടർഗ്രൗണ്ട് റെയിൽവേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നതോടുകൂടി ഈ നാട്ടിൽ ഉണ്ടാകുന്ന സമാനതകളില്ലാത്ത വികസനത്തിനെ സംബന്ധിച്ചാണ് ഇന്നിവിടുത്തെ യുവാക്കളും വിദ്യാർത്ഥികളും മുഴുവൻ തന്നെ സ്വപ്നം കാണുന്നത്. ആ വികസനം മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക്, നമ്മളുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന വികസനങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാകുന്നതിന്റെ ആരംഭമാണ് ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഓണ സമ്മാനമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തെ ഈ രാജ്യത്തിന് സമ്പൂർണമായിട്ടും സമർപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ട്രയൽ ആണ്. ഇന്ന് ആദ്യ കപ്പൽ അടുക്കുന്നു. വരുന്ന 2-3 മാസക്കാലം അതുമായി ബന്ധപ്പെട്ട ട്രയൽ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ ചിങ്ങമാസത്തോടുകൂടി നമുക്ക് രാജ്യത്തിനായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ വന്ന് ഇത് സമർപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു മഹാസൗഭാഗ്യത്തിന്റെ ദൃശ്യമാണ് ഇന്ന് ജനവും അതോടൊപ്പം തന്നെ ജനം മുൻപോട്ട് കാണിക്കുന്നത്. എല്ലാവരും കാണുന്നത് അതാണ് എന്ന് അഭിമാനത്തോട് പറയുന്നു. ഇതിലൊരു BJP പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 6 മാസത്തിനുള്ളിലാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് 818 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന് വേണ്ടിയുള്ള തത്വത്തിലുള്ള അംഗീകാരം നൽകിക്കൊണ്ട് ഇതിന്റെ ഇതുവരെ കരാറുകൾ എടുത്ത് വഴിയിലിട്ടിട്ട് പോയി 5 പ്രാവശ്യം കരാറുകൾ മുടങ്ങിയ വിഴിഞ്ഞം തുറമുഖത്തെ ആ കരാറെടുപ്പിക്കാൻ തയ്യാറാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ വന്ന 6 മാസത്തിനുള്ളിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ മദർ പോർട്ട് എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് പച്ചക്കൊടി ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ്, BJPയുടെ, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. അതുപോലെ തന്നെ അഭിമാന പദ്ധതിയാണ്. ഈ പദ്ധതി പൂവണിയുന്നു. ഈ രാജ്യത്ത് നിശ്ചയദാർഢ്യമുള്ള സർക്കാരുകൾക്ക് ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന വലിയ
വലിയ ഒരു സന്ദേശമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്നും കൂടി ഞാൻ കൂട്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വിഴിഞ്ഞത്ത് കപ്പലെത്തുന്ന ഈ സന്ദർഭത്തിൽ.